പാനിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കുക. ഇതിലേക്ക് വെളുത്തുള്ളിയും കറുവയിലയും സവോളയും ചേർത്ത് നന്നായി വഴറ്റാം. നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ അരിഞ്ഞ തക്കാളി ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റ് വഴറ്റുക. അല്പം വെള്ളവും ഉപ്പും ചേർത്ത് എല്ലാം ഒരു 5-6 മിനിറ്റ് പാകം ചെയ്യണം. തക്കാളി നന്നായി വെന്ത് പാകമായി വരണം. പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കറുവയില എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയെല്ലാം നന്നായിട്ട് അരച്ച് ഒരു പ്യൂരി പരുവമാക്കുക. ഇത് ഒരു പാനിലേക്ക് ഒഴിക്കണം. നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട് ഇത്. റെഡ് ചില്ലി പൗഡറും പഞ്ചസാരയും 1 നുള്ളു കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കണം. പെട്ടെന്നൊന്ന് ഇളക്കിയതിനു ശേഷം ഒരു 4-5 മിനിറ്റ് ഇത് പാകം ചെയ്യാം. സൂപ്പ് നല്ല കട്ടിയായി വരാനായിട്ട് അല്പം കോൺഫ്ലോർ കലക്കി ഒഴിക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗാർലിക് ബ്രെഡിനൊപ്പം വിളമ്പാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഹെൽത്തി മാത്രമല്ല, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.